चारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। संयुधम पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമദ് ഭാഗവതം സത്സംഗത്തിലേക്ക്. നമ്മൾ ഭാഗവതം അവലോകനം ഒന്നാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് അതിനുശേഷമുള്ള ശ്ലോകങ്ങൾ നോക്കാം. ഇവിടെ 5-ാമത്തെ അധ്യായം നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ. വ്യാസദേവൻ എല്ലാ വേദങ്ങളും രചിച്ചിട്ടും പുരാണങ്ങളെല്ലാം രചിച്ചിട്ടും മഹാഭാരതം രചിച്ചിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായി തൃപ്തിയായില്ല. ആ സമയത്ത് വ്യാസദേവൻ തൻ്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയെ ധ്യാനിക്കുന്നു. ആ ധ്യാനിച്ച സമയത്ത് നാരദ മഹർഷി വ്യാസദേവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. അതിനുശേഷം നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ വിഷമത്തിന്റെ കാരണം? അത് അങ്ങേക്ക് തന്നെയാണ് അറിയുന്നത് എന്നുള്ള കാര്യം നാരദ മഹർഷിയോട് വേദവ്യാസൻ പറഞ്ഞു. അപ്പോൾ വേദവ്യാസന് എന്തുകൊണ്ടാണ് യഥാർത്ഥ തൃപ്തി കിട്ടാത്തത് എന്നതിന്റെ വിശദീകരണം ഈ അധ്യായത്തിൽ നാരദ മഹർഷി നൽകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, 2 പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരദ മഹർഷിയുടെ വ്യാസദേവന്റെ രചനയിലുള്ള 2 ന്യൂനതകൾ നാരദ മഹർഷി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അത് ഭഗവാന്റെ ഉത്കൃഷ്ടമായിട്ടുള്ള ലീലകളെ പ്രത്യേകം വർണ്ണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വർണ്ണിക്കാത്ത രചനകൾ ഖിലമാണ്, അപ്രധാനമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8-ാമത്തെ ശ്ലോകത്തിൽ ഭവതാൻ അനുദിതപ്രായം യശോ ഭഗവതോ അമലം ഏനേവാസോന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അമലമായ യശസ്, അമലമായിട്ടുള്ള കീർത്തി വർണ്ണിക്കാത്ത ഗ്രന്ഥങ്ങളൊക്കെ അത് ഖിലമാണ്, അപ്രധാനമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. വ്യാസദേവന് യഥാർത്ഥ സംതൃപ്തി ലഭിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം, അദ്ദേഹത്തിന്റെ സാഹിത്യങ്ങളിൽ ഭഗവാന്റെ യശസ്സിനെ നേരിട്ട് വർണ്ണിക്കുന്നില്ല. 2-ാമത്തെ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യാസദേവൻ വേദങ്ങളൊക്കെ രചിച്ച സമയത്ത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വർണ്ണനകളൊക്കെ കാണുന്നത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് ഭഗവാന്റെ യശസ്സിനേക്കാൾ, ഭഗവാന്റെ കീർത്തിയേക്കാൾ അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകി.
അതാണ് രണ്ടാമത്തെ കാരണം. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാരണം ഭഗവാന്റെ യശസ്സിനെ പൂർണ്ണമായിട്ടും വർണ്ണിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകി. ഭഗവാൻ വർണ്ണിക്കുന്നതിനേക്കാൾ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വ്യാസദേവന്റെ രചനകൾ അപൂർണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യാസദേവനെ തൃപ്തിലിപ്പിക്കാത്തത് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ചിത്രപദം ഹരേ യശോ ജഗത് പവിത്രം പ്രഗണീത കർഹിചിത് തദ്വായസം തീർത്ഥം ഉശന്തി മാനസ നയത്ര ഹംസ നിരമന്തി ഉശിക്ഷയ. നാരദ മഹർഷി പറയുകയാണ്, ഒരു സാഹിത്യം, ഒരു രചന എത്ര തന്നെ ആലങ്കാരികമായിട്ടുള്ള പ്രാധാന്യമുള്ളതാണെങ്കിലും, എത്ര വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും, അതിൽ എത്ര അലങ്കാരങ്ങൾ ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എങ്ങനെയാണെങ്കിൽ അത് ഭഗവാന്റെ യശസ്സിനെ വർണ്ണിക്കാത്തതാണെങ്കിൽ. ഹരേർ യശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹിച്ചിൽ. ഭഗവാൻ ഹരിയുടെ യശസ്സിനെ അത് വർണ്ണിക്കുന്നില്ലെങ്കിൽ അതിൽ എത്ര അലങ്കാരങ്ങളുണ്ട്, അതെല്ലാം വളരെ കൃത്യമാണ്, ഗ്രാമാറ്റിക്കലായിട്ട് കറക്റ്റാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതെന്താണ്? തദ് വായസം തീർത്ഥം മുശന്തി മാനസ. അത് വായസം തീർത്ഥമാണ്. വായസം തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാക്കകളുടെ തീർത്ഥാടന സ്ഥലമാണ്. അവിടേക്ക് ഒരിക്കലും അരയന്നങ്ങൾ വരുന്നില്ല എന്ന് പറയും. നയത്ര ഹംസ നിരമന്തി ഉശിക്ഷയ. അരയന്നങ്ങൾ നല്ല താമര പൊയ്കയിലേക്കാണ് ആകർഷിതരാകുന്നത്. കാക്കകൾ ചപ്പുചവറുകളിലേക്കാണ് ആകർഷിതരാകുന്നത്. അപ്പോൾ ഭഗവാന്റെ യശസ്സിനെ കീർത്തിക്കാത്ത രചനകളൊക്കെ കാക്കയുടെ തീർത്ഥാടന സ്ഥലമാണ്, ചപ്പുചവറുകളാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു. പിന്നീട് ഭഗവാന്റെ യശസ്സിനെ കീർത്തിക്കുന്ന കൃതികളാണ്. പക്ഷെ അതിൽ അലങ്കാരമോ അല്ലെങ്കിൽ ഗ്രാമറോ വ്യാകരണമോ ഒന്നും പൂർണ്ണമായിട്ടും ശരിയല്ല, അല്ലെങ്കിൽ അതിൽ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കൃതിയാണെങ്കിൽ പോലും അത് ഭക്തന്മാരാൽ അംഗീകരിക്കപ്പെടും, ഭക്തന്മാരാൽ കീർത്തിക്കപ്പെടും എന്നുള്ള കാര്യം 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യദ്വാഗ്വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യവി നാമാന്യനന്ദസ്യേ തദ്വാഗ് വിസർഗോ ജനതാക വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. ഭഗവാനെ വർണ്ണിക്കുന്ന ഒരു കൃതിയാണ്. അതിൽ ഓരോ ശ്ലോകത്തിലും തെറ്റുകളൊക്കെ ഉണ്ട്. അതിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അലങ്കാരങ്ങളൊക്കെ കൊടുത്തത് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കാം. എന്നാൽ പോലും അതിനെ ഭക്തന്മാർ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. നാമാനി അനന്തസ്യ യശോങ്കിതാനിയൽ. കാരണം എന്താണ്? അതിൽ ഭഗവാന്റെ അനന്തനായിട്ടുള്ള ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അത് തെറ്റോട് കൂടിയിട്ടാണെങ്കിലും ശൃണ്ണന്തി ഗായന്തി ഗൃണന്തി സാധവ. ഭക്തന്മാർ അതിനെ സ്വീകരിക്കുന്നു. ഗൃണന്തി, അതിനെ സ്വീകരിക്കുന്നു. ശൃണ്ണന്തി, ഭക്തന്മാർ വളരെ സന്തോഷപൂർവ്വം അത് കേൾക്കുന്നു. ഗായന്തി, ഭക്തന്മാർ അത് കീർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ വളരെ അലങ്കാര നിബദ്ധമായി, വളരെ ശാസ്ത്രീയമായി, ഗ്രാമാറ്റിക്കലായി, വ്യാകരണ നിബന്ധമായ ഒരു ഗ്രന്ഥം, പക്ഷെ അതിൽ ഭഗവാനെ കീർത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വായസം തീർത്ഥമാണെന്ന് നാരദ മഹർഷി പറയും. അത് കാക്കകളുടെ തീർത്ഥാടന സ്ഥലമാണ്. അരയന്നങ്ങൾ അവിടേക്ക് ഒരിക്കലും വരികയില്ല. ഇനി നേരെ മറിച്ച് ഒരു ഗ്രന്ഥം ഭഗവാന്റെ കീർത്തികളെ, യശസ്സിനെ കീർത്തിക്കുന്നതാണ്. പക്ഷെ അതിൽ കുറെ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഗ്രാമറൊന്നും പൂർണ്ണമായിട്ട് ശരിയല്ല. യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്തബി. അതിൽ ഓരോ ശ്ലോകത്തിലും തെറ്റുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഭക്തന്മാർ അതിനെ സ്വീകരിക്കുന്നു. ഭക്തന്മാർ വളരെ സന്തോഷപൂർവ്വം അത് കേൾക്കുന്നു. ശൃണ്ണന്തി, അത് കേൾക്കുന്നു. ഗായന്തി, അത് കീർത്തിക്കുന്നു. ഗൃണന്തി സാധവ, അത് പൂർണ്ണ മനസ്സോടുകൂടി
സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ യശസ് കീർത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് ഭക്തന്മാർ നോക്കുന്നത്, യഥാർത്ഥ ബുദ്ധിമാന്മാരായിട്ടുള്ള ഭക്തന്മാർ നോക്കുന്നത്. അതിൽ അലങ്കാരം കൃത്യമാണോ അല്ലെങ്കിൽ അതിൽ ഗ്രാമാറ്റിക്കലി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതല്ല അവർ നോക്കുന്നത്. അത് ഭഗവാനെ കീർത്തിക്കുന്നതാണോ? ഭഗവാനെ കീർത്തിക്കുന്നതാണെങ്കിൽ അത് അംഗീകരിക്കാം, പൂർണ്ണമായിട്ടും അംഗീകരിക്കാം, അതിനെ കീർത്തിക്കാം. ഭഗവാനെ കീർത്തിക്കുന്നില്ലെങ്കിൽ എത്ര അലങ്കാരം അല്ലെങ്കിൽ വ്യാകരണം ഒന്നും ശരിയായതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് പറയുന്നത്, നാരദ മഹർഷി പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹിത്യം, ഭഗവാനെ കീർത്തിക്കുന്ന ഒരു സാഹിത്യം ജനതാക വിപ്ലവം, അത് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവർത്തനം, മാറ്റമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഓരോ വ്യക്തിയുടെയും മനസ്സിൽ മാറ്റമുണ്ടാകണമെങ്കിൽ, പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ, സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ഭഗവാനെ കീർത്തിക്കുന്ന ഗ്രന്ഥമാണ് വായിക്കേണ്ടത്. മറ്റു സാഹിത്യങ്ങൾ വായിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വ്യാസദേവൻ ഇനി ഒരു ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിൽ ഭഗവാന്റെ കീർത്തിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഭഗവാന്റെ ലീലകൾക്ക്, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾക്കും ഭഗവാന്റെ യശസ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നേരിട്ട് അതിനെ വർണ്ണിക്കണം. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. അത് ഇതുവരെ വ്യാസദേവൻ രചിച്ചിട്ടില്ല. അതാണ് വ്യാസദേവന് പൂർണ്ണമായിട്ടും തൃപ്തി ലഭിക്കാത്തത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കൃതപുനഃശാശ്വതം അഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് മുക്തിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, ആത്മസാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഒരുപാട് പുസ്തകങ്ങളുണ്ട് ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ, അല്ലെ? യോഗമാർഗങ്ങൾ, യോഗയുടെ പുസ്തകങ്ങൾ, അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് പറയുന്നത്, പ്രാണായാമത്തിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ജ്ഞാനമാർഗത്തിനെ കുറിച്ച് പറയുന്നത്, കർമ്മമാർഗത്തിനെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന്റെ പുസ്തകങ്ങളാണ്. അതിനെയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ഗ്രന്ഥങ്ങളിൽ അച്യുതഭാവവർജിതം, ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ തത്വം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം, അതത്ര ശോഭിക്കുന്നില്ല, അതത്ര പ്രയോജനകരമല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ മുക്തി നേടിയാൽ പോലും, കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ യോഗമാർഗത്തിലൂടെയൊക്കെ മുക്തി നേടിയാൽ പോലും, മുക്തി ലഭിച്ചാൽ പോലും ഭഗവാനെ കുറിച്ച് അറിയുകയില്ലെങ്കിൽ, ഭഗവാനെ ആശ്രയിക്കുന്നില്ലെങ്കിൽ ആ മുക്തി കൊണ്ട് പ്രയോജനമില്ല. കാരണം എന്താണ്? വീണ്ടും തിരിച്ചു വരേണ്ടി വരും. ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് മുക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലം. ഭഗവാനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ബ്രഹ്മജ്യോതിസിലെത്തിയാലും തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്, ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. ആ ജ്ഞാനവും അത്ര പ്രയോജനകരമല്ല, മുക്തിക്ക് പൂർണ്ണത ലഭിക്കുന്നില്ല. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് മുക്തിയുടെ ലക്ഷ്യം, അല്ലെ? അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ അവസാനം ഭഗവാൻ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തലം. അത് മുക്തിക്ക് ശേഷമുള്ളതാണ്. ഭഗവത്ഗീതയിൽ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്, സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത. ഭഗവാനുമായിട്ട് കൂടിച്ചേരുന്നില്ലെങ്കിൽ, ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, സന്യാസം സ്വീകരിച്ചാൽ പോലും അത് ദുഃഖകരമായിരിക്കും എന്ന് പറയുന്നു. കാരണം എന്താണ്? സന്യാസം സ്വീകരിക്കുന്നതിന്റെയും ലക്ഷ്യം അവസാനം ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പം ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ
ഭഗവാനെ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ മുക്തിയെക്കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥങ്ങളും പ്രയോജനരഹിതമാണ്. അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഭഗവാനെ കുറിച്ച് പറയാത്ത ഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥമായാൽ പോലും നമ്മൾക്ക് ഉപേക്ഷിക്കാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, വേദവാദ രഥാപാർത്ഥാൻ നാണ്യതിസ്ഥിതി വാദിന. വേദങ്ങൾക്ക് ഉപരിയായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് ബുദ്ധിയില്ലാത്ത ആളുകൾ പറയുന്നത്. പക്ഷെ വേദങ്ങൾക്കുപരിയാണ് ഭക്തി സാഹിത്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അപ്പൊ ഭക്തി മുക്തിയേക്കാൾ ഉപരിയാണ്. 3 വേദങ്ങളും പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ കറങ്ങി നടക്കുകയുള്ളൂ. അതും ഭഗവാൻ പറയുന്നത് അല്ലെ. ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാല ബന്ധേ. അപ്പം അതുകൊണ്ടാണ് എല്ലാ വേദങ്ങളും നമ്മൾ പഠിച്ച് അതിലുള്ള യജ്ഞങ്ങളും തപസ്സുകളും ജ്ഞാനവും ദാനവും എല്ലാം ചെയ്താലും എന്താണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഗതാഗതം, ഏറ്റവും ഉയർന്ന ലോകത്തിലേക്ക് പോകാം, പിന്നെ പുണ്യം തീരുന്ന സമയത്ത് താഴോട്ടും വരാം. ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം. ഇതാണ് വേദപഠനം കൊണ്ടുള്ള നേട്ടം. വേദത്തിലെ കർമ്മകാണ്ഡങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടുള്ള നേട്ടം ഇത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടും വലിയ പ്രയോജനമില്ല എന്ന് നാരദ മഹർഷിയുടെ പറയുന്നു. ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം. ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ, ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് കീർത്തിക്കാതെ, ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാതെയുള്ള വേദഗ്രന്ഥങ്ങളായാൽ പോലും അതെന്താണ്? ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. ആ ജ്ഞാനം കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് നാരദ മഹർഷി പറഞ്ഞു. അല്ലെ, ഇത് വലിയൊരു തലമാണ്. കാരണം വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയോടാണ് പറയുന്നത്. വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ള, അതിന്റെ വ്യാഖ്യാനമൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയോടാണ് പറയുന്നത്. വ്യാസദേവനോട് ആണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കുതപ്പുന ശാശ്വതം അഭദ്രമീശ്വരേ നചാർപ്പിതം കർമ്മ യഥപ്യ കാരണം. ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അഭദ്രമാണ്, ദുഃഖകരമാണ്, അല്ലെങ്കിൽ ക്ലേശകരമാണ്. വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ആ ബുദ്ധിമുട്ടി ഏതായാലും പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അത് ഭഗവാനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം എന്നാണ് നാരദ മഹർഷിയുടെ ചോദിക്കുന്നത്. കുതപുനഃശാശ്വതം അഭദ്രം ഈശ്വരയിൽ എന്നുവെച്ച അർപ്പിതം കർമ്മ യഥപ്യ കാരണം. ഭഗവാൻ അർപ്പിക്കാതെയാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ മാത്രം പോരാ, ആ കർമ്മം ഭഗവാൻ അർപ്പിക്കാൻ കൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് വ്യാസദേവന്റെ കൃതികളിലുള്ള ഒരു ന്യൂനത നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അധോ മഹാഭാഗ ഭവാനമോഘദൃക് ശുചിശ്രവാ സത്യരഥോ ധൃതവ്രത ഉരുക്രമസ്യാഖില ബന്ധമുക്തയെ സമാധിനാനുസ്മരത വിചേഷ്ടിതം. ഇനി നാരദ മഹർഷി വ്യാസദേവന് നിർദ്ദേശം നൽകുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതുവരെ രചിച്ചതിലൊന്നും ഭഗവാന്റെ കീർത്തിയില്ല. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വ്യാസദേവന്റെ ക്വാളിറ്റീസും ഇവിടെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം രചിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി, യോഗ്യത തീർച്ചയായിട്ടും വ്യാസ മഹർഷിക്കുണ്ട്. ആ ക്വാളിറ്റീസ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, യോഗ്യതകൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അധോ മഹാഭാഗ ഭവാൻ അമോഘദൃക് ശുചിശ്രവാ സത്യരഥോ ധൃതവ്രത ഉരുക്രമസ്യാഖിലബന്ധമുക്തയെ സമാധിനാനുസ്മരതദ്വിചേഷ്ടിതം. അധോ മഹാഭാഗ, അങ്ങ് മഹാഭാഗ്യവാനായിട്ടുള്ള വ്യക്തിയാണ്. കാരണം എന്താണ്? ഭവാൻ അമോഘദൃക്, അങ്ങയുടെ ദൃഷ്ടി, അങ്ങയുടെ ദർശനം വളരെ വ്യക്തമാണ്. അങ്ങയുടെ ദർശനം, കാഴ്ചപ്പാട് വളരെ ശരിയായിട്ടുള്ളതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല, അതിലൊരു മിസ്റ്റേക്കുമില്ല. ഭവാൻ അമോഘദൃക് ശുചിശ്രവ, അങ്ങയുടെ കീർത്തിയാണെങ്കിലോ അങ്ങയുടെ കീർത്തിയും വളരെ വലുതാണ്. സത്യസന്ധമായിട്ടുള്ള കീർത്തിയാണ് അങ്ങേക്കുള്ളത്, ശുദ്ധമായിട്ടുള്ള കീർത്തിയാണ് അങ്ങേക്കുള്ളത്. ശുചിശ്രവ സത്യരഥോ, അങ്ങ് സത്യരഥനാണ്, സത്യത്തിൽ രമിക്കുന്ന വ്യക്തിയാണ്, സത്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിയാണ്. സത്യവിരുദ്ധമായിട്ട് അങ്ങ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇതെല്ലാം വ്യാസദേവന്റെ ഗുണങ്ങളാണ്. സത്യരഥോ
ധൃതവ്രത, അങ്ങ് ആത്മീയമായിട്ട് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, ആത്മീയ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ധൃതവ്രതനാണ്, ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങയുടെ ദൃഷ്ടിയും വളരെ കൃത്യമായിട്ടുള്ള ദൃഷ്ടിയാണ്. അങ്ങേക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ സാധിക്കും. മാത്രമല്ല അങ്ങേക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ദർശിക്കാൻ സാധിക്കും. ഒരു ക്രമസ്യാഖിലബന്ധമുക്തയെ സമാധിനാത് അനുസ്മര തദ്വിചേഷ്ടിതം. അതുകൊണ്ട് അങ്ങേക്ക് എന്തിനുള്ള കഴിവുണ്ട്? സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം. സമാധി അവസ്ഥയിൽ അങ്ങേക്ക് ഉരുക്രമനായിട്ടുള്ള ഭഗവാന്റെ തദ്വിചേഷ്ടിതം, ഭഗവാന്റെ ലീലകളൊക്കെ ദർശിക്കാനുള്ള കഴിവ് അങ്ങേക്കുണ്ട്. ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള സമാധി. എന്താണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള സമാധി? ഭഗവാന്റെ ലീലകളൊക്കെ ദർശിക്കുക എന്നുള്ളതാണ് സമാധി അവസ്ഥ. അത് വ്യാസദേവൻ ആ സമാധി അവസ്ഥയിൽ സ്ഥിതി ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് നാരദ മഹർഷിയുടെ പറയുന്നത്. അങ്ങേക്ക് കണ്ണടച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളൊക്കെ ദർശിക്കാൻ സാധിക്കും. സമാധിനാത് അനുസ്മര. അതുകൊണ്ട് എന്ത് വേണം? വീണ്ടും വീണ്ടും ആ ലീലകളൊക്കെ സ്മരിക്കുക. അനുസ്മര എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ആ ലീലകളൊക്കെ സ്മരിക്കുക. സ്മരിച്ചതിന് ശേഷം അതൊക്കെ വിവരിക്കുക. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുക. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വിവരിച്ചാൽ എന്താണ് പ്രയോജനം എന്നും ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പ്രയോജനം? ഉരുക്രമസ്യ അഖില ബന്ധമുക്തയെ. ആ ഭഗവാന്റെ ലീലകൾ കേട്ട് കഴിഞ്ഞാൽ ആ ലീലകൾക്ക് ജനങ്ങളെ മുഴുവൻ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഉരുക്രമസ്യ അഖില ബന്ധമുക്തയെ. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും മുക്തി ലഭിക്കും. അത്രയ്ക്കും ശക്തമാണ് ഭഗവാന്റെ ശുദ്ധമായിട്ടുള്ള ലീലകൾ. അത് സമാധിയിൽ ദർശിക്കാനുള്ള കഴിവ് അങ്ങേക്കുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ദർശിക്കുക. ആ ദർശിച്ചത് എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് വേണ്ടി വിവരിച്ചു കൊടുക്കുക. അത് വിജേഷ്ഠിത. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് മുക്തിയിലേക്കുള്ള ഒരു മാർഗം ലഭിക്കും എന്ന് പറയുന്നു. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കും. ഈ ഒരു കാര്യമല്ലാതെ, ഭഗവാനെ കുറിച്ചല്ലാതെ, ഭഗവാന്റെ ലീലകളെ കുറിച്ചല്ലാതെ, ഭഗവാന്റെ കീർത്തിയെ കുറിച്ചല്ലാതെയുള്ള സാഹിത്യങ്ങൾ, അത് ജനങ്ങളുടെ മനസ്സിൽ വെറുതെ സംഘർഷം മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തഥോ അന്യഥാ കിഞ്ചന യത് വിവക്ഷത പൃഥഗ്ദൃശ തത്കൃത രൂപനാമഭി ന കർഹിചിത് ക്വാപിച ദുസ്ഥിതാമതിർ ലഭേദവാദ ഹതനൗ ഇവാപ്സതം. ഭഗവാന്റെ കീർത്തി വർണ്ണിക്കാത്ത സാഹിത്യങ്ങൾ, അതിനു പുറമെയുള്ള സാഹിത്യങ്ങൾ. തതോ അന്യഥാ കിഞ്ചന യത് വിവക്ഷത. ഭഗവാന്റെ യശസ്സിന്, ഭഗവാന്റെ കീർത്തിക്ക് വിഷയമാകാത്ത, അല്ലെങ്കിൽ ഭഗവാനെ കീർത്തിക്കാത്ത സാഹിത്യങ്ങൾ, ആ സാഹിത്യങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? പൃഥഗ്ദൃശ കൃതരൂപനാമഭി. അതിൽ ഒരുപാട് നാമങ്ങളും രൂപങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ അതെന്താണ് സൃഷ്ടിക്കുന്നത്? അതെന്താണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത്? ന കർഹിച്ചിത് ക്വാപിച ദുസ്ഥിതാമതിർ. അത് മനസ്സിൽ അസ്വസ്ഥത മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഏതുപോലെ? വാദാഹതനൗ ഇവ ആസ്പദം. ഒരു വഞ്ചിയെ കാറ്റ് ചലിപ്പിക്കുന്നത് പോലെ, കാറ്റത്ത് ആടിപ്പോകുന്ന ഒരു വഞ്ചിയെ പോലെ മനസ്സിൽ അസ്വസ്ഥത മാത്രമാണ് ഭഗവാനെ കുറിച്ച് അല്ലാതെയുള്ള സാഹിത്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അപ്പൊ അത്രയ്ക്കും പ്രാധാന്യമാണ് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നത്. ഭഗവാന്റെ ലീലകളെ കുറിച്ച് അല്ലാതെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ, അല്ലാതെയുള്ള സാഹിത്യങ്ങളൊക്കെ മനുഷ്യന്റെ മനസ്സിൽ വെറുതെ അസ്വസ്ഥത സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ഇനി വ്യാസദേവന്റെ രചനയിലെ മറ്റൊരു പ്രശ്നത്തിനെ കുറിച്ച് നാരദ മഹർഷി പറയുന്നുണ്ട്. നാരദ മഹർഷി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, വേദസാഹിത്യങ്ങളിലൊക്കെ ഈ ലോകത്ത് തന്നെ സുഖിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
യജ്ഞം ചെയ്തും ദാനം ചെയ്തും തപസ്സും ചെയ്തുമൊക്കെ എങ്ങനെ ഈ ലോകത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ഈ ഭൗതിക ജീവിതം, ഭൗതിക ലോകത്തിൽ സുഖമായി ജീവിക്കാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അവർ കൂടുതൽ അതിൽ ആസക്തരായി മാറും. അവരതിന്റെ നിയമങ്ങളൊന്നും അനുസരിക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം അവർ സ്വീകരിക്കും. അതൊരു നെഗറ്റീവായിട്ടുള്ള പോയിന്റാണ് എന്ന് പറയും. അല്ല, അതിനൊരു ഉദാഹരണം ശീലപ്രഭാതര് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. മൃഗബലിയെ കുറിച്ച് പറയുന്നുണ്ട്. വേദങ്ങളിലൊക്കെ മൃഗബലിയെ കുറിച്ച് പറയുന്നു. അപ്പൊ മൃഗങ്ങളെ കൊന്നു തിന്നാനുള്ള പ്രവണത ജനങ്ങൾക്കുണ്ട്, മനുഷ്യന്മാർക്കുണ്ട്. അപ്പൊ വേദങ്ങളിൽ കൂടി അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പേരിൽ ജനങ്ങള് മൃഗങ്ങളെ കൊന്നു തിന്നാൻ തുടങ്ങും. വേദങ്ങളുടെ പേരിൽ ജനങ്ങൾ ഇന്ദ്രിയ തൃപ്തി നടത്തും. അവരതിലെ നിയമങ്ങളൊന്നും പാലിക്കുകയില്ല. നിയമങ്ങളൊക്കെ ഒഴിവാക്കി അവരുടെ ഇന്ദ്രിയ തൃപ്തി മാത്രം ചെയ്യും. അവർ പേര് വേദങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അത് വലിയൊരു ദോഷമാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. ജുഗുപ്സിതം ധർമ്മകൃതേ അനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമം യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനങ്ങൾക്ക് മുക്തിയിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിയന്ത്രണങ്ങളോടുകൂടി ഇന്ദ്രിയ തൃപ്തിയെക്കുറിച്ച് വേദങ്ങളിൽ വർണ്ണിച്ചാൽ അവർ ആ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി ഇന്ദ്രിയ തൃപ്തിയുടെ ഭാഗം മാത്രം സ്വീകരിക്കും. അല്ലെ, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നാൻ തുടങ്ങും. അത് അവരെ കൂടുതൽ കർമ്മബന്ധനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയും. കാരണം നിയമനിബന്ധനകളൊന്നും അനുസരിക്കാനുള്ള താല്പര്യം സാധാരണ ജനങ്ങൾക്കില്ല, പ്രത്യേകിച്ചും കലിയുഗത്തിലെ ജനങ്ങൾക്കില്ല എന്ന് പറയും. ഈ വേദങ്ങളുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ആർക്കാണ് മനസ്സിലാകുന്നത്? കുറച്ച് ആത്മീയമായിട്ട് പുരോഗമിച്ച വ്യക്തികൾക്ക്, ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് അത് മനസ്സിലാകുന്നത്. സാധാരണ ജനങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവില്ല. എന്താണ് വേദത്തിന്റെ ഉദ്ദേശം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് നാരദ മഹർഷി. വിചക്ഷണോ സ്യാർ ഹതിവേദിതം വിഭോ അനന്തപാരസ്യ നിവർത്തിത സുഖം തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഉയർന്ന ആത്മീയ മൂല്യങ്ങളുള്ള വ്യക്തികൾക്ക് മാത്രമേ വേദങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് അത് സാധിക്കുകയില്ല എന്ന് പറയും. പരമപുരുഷനായ ഭഗവാൻ അനന്തനാകുന്നു. ഭൗതികാനന്ദങ്ങളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച അതിശ്രേഷ്ഠനും അതിവിദഗ്ധനുമായ വ്യക്തിത്വ വിശേഷത്തിന് മാത്രമേ ആത്മീയ മൂല്യങ്ങളുള്ള ഈ ജ്ഞാനം ഗ്രഹിക്കാൻ അർഹതയുള്ളൂ. ആകയാൽ ഭൗതിക അഭിനിവേശം നിമിത്തം അത്രത്തോളം ദൃഢമായി അവസ്ഥിതമല്ലാത്തവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ വിശദമായ വർണ്ണനകളിലൂടെ അങ്ങയുടെ നന്മയാൽ ആത്മസാക്ഷാത്കാര മാർഗം ദൃശ്യമാക്കണം. അപ്പൊ വേദങ്ങളുടെ തത്വമൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവർ വേദങ്ങളിൽ നിന്ന് എന്ത് മാത്രമാണ് സ്വീകരിക്കുന്നത്? വേദങ്ങളിൽ ഇന്ദ്രിയ തൃപ്തിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് അവർ വേദങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അവർക്ക് വേദത്തിന്റെ ഉദ്ദേശം, യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ലെ, യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിഭശ്ചിത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിഭശ്ചിത. യഥാർത്ഥ ബുദ്ധി ഉറയ്ക്കാത്തവർക്ക് വേദങ്ങളിൽ പറയുന്നതൊക്കെ ഇന്ദ്രിയ തൃപ്തിക്കുള്ള കാര്യമാണ് എന്ന് അവർ വിചാരിക്കും. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. വേദങ്ങളുടെ ഉദ്ദേശം ഭഗവാനെ മനസ്സിലാക്കുക ആണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് ചെകഞ്ഞെടുത്ത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും സാധാരണ ജനങ്ങൾക്കില്ല. അപ്പം നാരദ മഹർഷി ഇവിടെ സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ വലിയ ബുദ്ധിമാന്മാർക്കൊക്കെ മനസ്സിലായി എന്ന് വരും. വേദങ്ങളുടെ ഉദ്ദേശം ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണെന്ന് വലിയ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അല്ലെങ്കിൽ ആത്മീയമായിട്ട് കുറച്ച് ഉയർന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. സാധാരണ ജനങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സാധാരണ ജനങ്ങൾ വേദങ്ങൾ വായിച്ച്
അതിൽ നമ്മൾക്ക് ഇന്ദ്രിയതൃപ്തിക്ക് എന്താണ് ഉള്ളത് അത് മാത്രം അവർ പാലിക്കും. മാത്രമല്ല അതിലെ നിയമങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവര് പാലിക്കും. ആ സമയത്ത് അവര് ഇവിടെ കൂടുതൽ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിന് അത്രയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ. പ്രഭുജി ലെഫ്റ്റായി, നെറ്റിന്റെ പ്രശ്നം തോന്നുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം മാധവജി, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാവരും കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ കേട്ടോ. നെറ്റിന് പ്രശ്നം തന്നെയാണ്. ഇവിടെയൊന്നും പ്രശ്നമില്ല, നെറ്റില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാമോ? ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കാം പ്രഭുജി. ഓക്കെ. അപ്പം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? തതോ ഭവാൻ ദർശയചേഷ്ടിതം വിഭോ. 16ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ പറയുന്നു, പ്രവർത്തമാനസ്യ ഗുണേർ അനാത്മന തതോ ഭവാൻ ദർശയചേഷ്ടിതം വിഭോ. സാധാരണ ജനങ്ങളൊക്കെ ഗുണേർ അനാത്മന, അവർ ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് എഴുകിച്ചേർന്നിട്ടുള്ള ജീവിതമാണ് അവർക്ക് അതിൽ നിന്നും പുറത്തു കടക്കാനൊന്നും സാധിക്കുന്നില്ല. അവർക്ക് ആത്മീയമായിട്ട് അത്ര ഉയർന്ന ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വേണം? തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഭഗവാന്റെ ലീലകളെ കുറിച്ച്, ചേഷ്ടിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളാണ്. ഭഗവാന്റെ കർമ്മങ്ങളെ കുറിച്ച് വിവരിച്ചു പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഭഗവാന്റെ കർമ്മങ്ങൾക്ക് അത്രയും ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട്. അത് ദിവ്യമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അത് ദിവ്യമായതുകൊണ്ട് അതിന് നേരിട്ട് ജനങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച നൽകാൻ സാധിക്കും. അതിനത്ര ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ ലീലകൾ കേട്ടാൽ തന്നെ മതി. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ കേട്ടാൽ, ഭഗവാന്റെ കീർത്തിയെ കുറിച്ച് കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. സാധ്യതയൊന്നുമില്ല. കാരണം അത് നേരിട്ട് ഭഗവാന്റെ ലീലയെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങ് അത് ചെയ്യണം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഭഗവാന്റെ ലീലകളെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ഭഗവാന്റെ ലീലകൾ കേട്ട്
ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭക്തിമാർഗത്തിന്റെ പ്രത്യേകത അടുത്ത ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്. ഒരു വ്യക്തി തൻ്റെ നിയതകർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച്, തൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭക്തിയിലേക്ക് വന്ന് കുറച്ചു കഴിഞ്ഞ് വീണുപോയാലും കുഴപ്പമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ. തിക്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജൻ അപക്കോ അഥപദേ തദോ യതി യത്ര ക്വാം അഭദ്രമഭൂതമുഷ്യകീം കോ വാർത്ത ആപ്തോ അഭജതാം സ്വധർമ്മത. തിക്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന അപക്കോ അഥപദേ തദോ യതി. ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വധർമ്മമൊക്കെ ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിലേക്ക് പോയി, എല്ലാം ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിലേക്ക് പോയി ഭഗവാനെ ശരണം പ്രാപിച്ചു, ഭഗവാൻ ഹരിയെ ശരണം പ്രാപിച്ചു. ചരണാംബുജം ഹരേർ. പക്ഷെ അദ്ദേഹത്തിന് വലിയ തത്വജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭജന ഒക്കെ അപക്വമായിരുന്നു. ഭജൻ അപക്വം, യഥാർത്ഥ ഭക്തിയുടെ പാതയൊന്നും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഭക്തിയിലേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള എന്തോ ഒരു വികാരത്തിന്റെ പുറത്ത് വന്നതാണ്. ഭജൻ അപക്വം, അതുകൊണ്ട് അപക്വമായിട്ട് ഭജിച്ചു. അതിനുശേഷം അഥ പദേ തദോ യതി, വീണ്ടും താഴോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു വ്യക്തി. മറ്റൊരു വ്യക്തിയെ കുറിച്ച് നാരദ മഹർഷി പറയുന്നു, എത്ര കോവ അഭദ്രം അഭൂതമുഷ്യക്കും കോവാർത്ഥാപ്തോ അപജതാം സ്വധർമ്മത. മറ്റൊരു വ്യക്തി ആ വ്യക്തിയുടെ സ്വധർമ്മമെല്ലാം, ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു, 100% ചെയ്തു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഭഗവാനെ ഭജിച്ചില്ല. അദ്ദേഹം ദാനം, തപസ്, കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്തു അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഞാൻ കർമ്മത്തിലാണ് വിശ്വസിക്കുന്നത്, ഭക്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ ഇവിടെ നാരദ മഹർഷി കമ്പയർ ചെയ്യാണ്. ഒരു വ്യക്തി ഭക്തിയിലേക്ക് എടുത്തു ചാടി വന്നു, കുറച്ചൊക്കെ ഭഗവാനെ ഭജിച്ചു, അതിനുശേഷം വീണ്ടും താഴോട്ട് ഭൗതിക ആകർഷണത്തിൽ താഴോട്ട് വീണുപോയി ഭഗവാന്റെ ഭജനയൊക്കെ നിർത്തി. ഇനി വേറൊരു വ്യക്തി ഒരിക്കലും ഭഗവാനെ ഭജിച്ചില്ല, പക്ഷെ തന്റെ കർമ്മങ്ങളൊക്കെ 100%, വീട്ടിലുള്ള കടമകൾ, ഭാര്യയോടുള്ള കടമകൾ, ഭർത്താവിനോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, ഇതൊക്കെ 100% ചെയ്തു, പക്ഷെ ഭഗവാനെ ഭജിച്ചതേ ഇല്ല. അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. 100% നിങ്ങൾ ഭൗതിക കർത്തവ്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് പ്രയോജനം എന്ന് നാരദ മഹർഷി ചോദിക്കുന്നു. അപ്പൊ ഭാഗവതത്തിലെ ഓരോ വാക്കുകളും നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? വിപ്ലവമാണ്, അതിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇതുവരെ ചിന്തിച്ച രീതിയിലല്ല ഭാഗവതം പറയുന്നത്. അത് വലിയൊരു പരിവർത്തനം ഉണ്ടാക്കുന്ന സാഹിത്യമാണ്. അപ്പൊ കുറച്ചെങ്കിലും ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അതാണ് നേട്ടം എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും കുറച്ചെങ്കിലും ഭക്തി ചെയ്തു കഴിഞ്ഞാൽ, എന്നിട്ട് വീണുപോയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ കോടാനുകോടി ജന്മങ്ങളായിട്ട് ഈ ഭൗതിക കടമകൾ മാത്രമാണ് ചെയ്തു പോരുന്നത്, ഭഗവാനെ ഒരിക്കലും ഭജിക്കുന്നില്ല. അപ്പം കുറച്ചെങ്കിലും ഭജിച്ച് വീണുപോയാലും കുഴപ്പമില്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. ഭഗവത് ഭക്തിയുത സേവനത്തിനായി ധർമാനുസൃത കർമ്മങ്ങൾ പരിത്യജിക്കുന്ന ഒരാൾ ചിലപ്പോൾ അപക്വമായ അവസ്ഥയിൽ അധപതിച്ചേക്കാം. എന്നിരുന്നാലും അയാളുടെ പരാജയത്തിൽ യാതൊരു ആപത്തുമില്ല. അഥവാ ധർമാനുസൃത കർമ്മത്തിൽ പൂർണ്ണനിരതനെങ്കിലും അഭക്തൻ യാതൊരു നേട്ടവും പ്രാപ്തമാക്കുന്നില്ല. 100% ഭൗതിക കടമകൾ ചെയ്തതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് നേട്ടമുള്ളത്? എന്താണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ഭക്തിയിലേക്ക് വരുത്തുന്ന, ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ച് പറയുന്ന സാഹിത്യമാണ് അങ്ങ് രചിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. തസ്സേവഹേതോ 18ാമത്തെ ശ്ലോകം. തസ്സേവഹേതോ പ്രയതേത കോവിദോ ലഭ്യതേ യദ്ഭ്രമതാം ഉപര്യഥ തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഹസ. ചില
ആളുകൾ ചോദിക്കും, നമ്മൾ ഇനി ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായി പോകും, ഭൗതിക ജീവിതം മൊത്തം നശിച്ചു പോവില്ലേ എന്ന സംശയമുണ്ടാകും. ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. കാരണം എന്താണ്? തസ്യവഹേതോ പ്രയതേത കോപിതോ ന ലഭ്യതേ യദ് പ്രമദാം ഭര്യത. യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? ആ ഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം ഇതുവരെയുള്ള ജന്മത്തിലൊന്നും കിട്ടാത്തത് അതായിരുന്നു. ഇതുവരെയുള്ള ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ന ലഭ്യതേ യദ് ഭ്രമതാം ഉപര്യത. താഴോട്ടും മുകളിലേക്കും സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. കുറെ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും, പിന്നെ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി, കുറെ താഴോട്ടുള്ള ലോകത്തിലേക്കും പോകും. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല. ബുദ്ധിമാന്മാർ എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു? തസ്യവഹേതോ പ്രയതേത കോവിദം. ആ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനാണ് ബുദ്ധിമാന്മാർ ശ്രമിക്കുന്നത്. അല്ലാതെ മുകളിലോട്ടും താഴോട്ടും ചുറ്റി സഞ്ചരിക്കാനല്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ വേദങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭക്തി ലഭിക്കുന്നില്ല. അതിനു പകരം അവരെന്ത് ചെയ്യും? യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്ത്, വേദങ്ങളിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യജ്ഞം ചെയ്യും, ദാനം ചെയ്യും, തപസ് ചെയ്യും. അങ്ങനെ അവർക്ക് കുറെ പുണ്യം കിട്ടും, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും. പുണ്യത്തിന്റെ ഫലമായിട്ട് അവര് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും അല്ലെ. ഉയർന്ന ലോകത്തിൽ പോയിട്ട് പുണ്യം ചെയ്യിക്കുന്ന സമയത്ത് താഴോട്ടും വരും. ഇതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് നാരദ മഹർഷി പറഞ്ഞു അല്ലെ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകുന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നു. അതുകൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? ഭഗവാനെ ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് നമ്മുടെ സമയം നീക്കി വെച്ചാലും കുഴപ്പമില്ല അല്ലെ. അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല എന്ന് പറയുന്നു. കാരണം എന്താണ്? തല്ലഭ്യതേ ദുഃഖവധന്യത സുഖം കാലേന സർവത്ര ഗഭീരം. നമ്മൾ സാധാരണഗതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് സമയം നീക്കി വെക്കുന്നത്? നമ്മൾക്ക് ഈ ജീവിതത്തിൽ സുഖം ലഭിക്കണം, ഈ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കുള്ള സുഖം കൂടി നഷ്ടപ്പെടില്ലേ എന്ന് സംശയമുണ്ടാകും. ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് നാരദ മഹർഷി പറയും. എന്താണ് നാരദ മഹർഷി പറയുന്നത്? തല്ലഭ്യതേ ദുഃഖവധന്യത സുഖം. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് ദുഃഖം വരുന്നുണ്ട്. നമ്മൾ ദുഃഖത്തിന് വേണ്ടി ഒരിക്കലും പ്രയത്നിക്കുന്നില്ല. എനിക്ക് ദുഃഖം വരണം എന്ന് വിചാരിച്ച് ആരും പ്രയത്നിക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും ദുഃഖം വരുന്നുണ്ട്. തന്നെയാണ് സുഖവും എന്ന് നാരദ മഹർഷി പറഞ്ഞു. അതുപോലെ തന്നെയാണ് സുഖവും. നമ്മൾ പ്രയത്നിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് ലഭിക്കേണ്ട സുഖം കാലേന സർവത്ര ഗഭീര രംഭസാണ്. അത് കാലത്താൽ വന്നു ചേരുന്നതാണ്. നമ്മുടെ ഈ ജന്മത്തിലെ പ്രയത്നം കൊണ്ടല്ല നമ്മൾക്ക് യഥാർത്ഥത്തിൽ സുഖം ലഭിക്കുന്നത്. അത് കാലത്താൽ വന്നു ചേരുന്നതാണ്. ഏതുപോലെ സുഖവും നമ്മൾ പ്രയത്നിക്കാതെ നമ്മൾക്ക് എഴുതി വെച്ചിട്ടുള്ള സുഖം മുഴുവൻ അങ്ങനെ വരും, ദുഃഖവും അങ്ങനെ വരുന്നുണ്ട്. അതറിയാത്തത് കൊണ്ടാണ് ജനങ്ങൾ സുഖം ലഭിക്കുമെന്ന് വിചാരിച്ച് പലതരം പ്രവർത്തനങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് പറയും. ഒരു മനുഷ്യജന്മത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭക്തി തന്നെയാണ്. ഭഗവാനെ ശരണം പ്രാപിക്കുക ആണ്. അതിന് സഹായിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അടുത്ത രചന നടത്തേണ്ടത് എന്നുള്ള കാര്യം നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കും. ഇനി ഭഗവാന്റെ ഭക്തൻ ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്ന് ഭൗതികതയിലേക്ക് വീണു പോയി കഴിഞ്ഞാലും അതൊരു വീഴ്ചയല്ല എന്ന് നാരദ മഹർഷി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്.
19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നവൈജനോ ജാതു കഥഞ്ചനാ വ്രജേൽ മുകുന്ദ സേവ്യൻ നവദംഗ സംസൃതിം സ്മരൻ മുകുന്ദാഗ്രഹ ഗുഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോ ജന. ഒരു ഭഗവാന്റെ ഭക്തൻ ഭൗതികതയിലേക്ക് വീഴുന്നതും ഭക്തനല്ലാത്ത വ്യക്തി ഭൗതികതയിലേക്ക് വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, ഭക്തൻ വീണു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ ഉള്ളിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. അവന് ഭഗവാനിൽ രുചിയുണ്ട്, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഭക്തനുണ്ട്. അപ്പോൾ ഭൗതികതയിലേക്ക് വീണു കഴിഞ്ഞാലും ഉള്ളിൽ ആരെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും? ഭഗവാനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയുള്ളത് കൊണ്ട് ആ വ്യക്തി രക്ഷപ്പെടും. വീണ്ടും അദ്ദേഹത്തിന് ഉയരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ട് അന്ധമായിട്ട് ഭൗതികതയിലേക്ക് വീഴുകയല്ല. താൽക്കാലികമായിട്ടുള്ള സാഹചര്യം കൊണ്ട് അദ്ദേഹം വീണുപോയാലും ഉള്ളിൽ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകും, ഉള്ളിൽ ഭഗവാനെ കുറിച്ച് സ്മരിക്കും. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരിക്കലും വീണു പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്തിയിലേക്ക് വന്ന ഒരു വ്യക്തി ഒരിക്കലും വീണ്ടും ഭൗതികതയിലേക്ക് വീഴുന്നില്ല. താൽക്കാലികമായിട്ട് വീണതുപോലെ തോന്നിയേക്കാം, പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാകും. ഭഗവാന്റെ സ്മരൻ മുകുന്ദാൻ ഗുഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോജന. ആ ഭഗവാന്റെ രസം, ഭഗവാന്റെ ഭക്തിയുടെ രുചി ഒരു പ്രാവശ്യം കിട്ടിയ വ്യക്തി അതൊരിക്കലും മറക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ, അപ്പൊ താൽക്കാലികമായിട്ട് വീണുപോയാലും ആ രസം ഉള്ളിലുണ്ടാവും. ഭഗവാനെ കുറിച്ചുള്ള ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് എങ്ങനെ വീണു കഴിഞ്ഞാലും ഒരു സാധാരണ വ്യക്തി വീഴുന്നത് പോലെ അതപ്പതിച്ചു പോകുന്നില്ല എന്ന് പറയും. അല്ലെ, നമ്മൾ പറയാറുണ്ട്, പൂച്ച എങ്ങനെ വീണു കഴിഞ്ഞാലും 4 കാലിൽ തന്നെയാണ് വീഴുക എന്ന് പറയും. അതേപോലെ ഭക്തൻ എങ്ങനെ വീണു കഴിഞ്ഞാലും ഒരു സാധാരണ വ്യക്തി വീഴുന്നത് പോലെ ഒരിക്കലും വീഴുകയില്ല. കാരണം എന്താണ്? പുറമെ എത്ര വീണു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും അധപ്പതനമില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും വീണു പോകുന്നില്ല. പുറമെ വീണാലും ഉള്ളിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. ആ ഭഗവാന്റെ ചിന്തയുള്ളത് കൊണ്ട് വീണ്ടും ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ക്ഷിപ്രം ഭവതി ധർമാത്മാ, പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന് ധർമാത്മാവായിട്ട് വീണ്ടും ഭക്തി സേവനത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം. അപ്പോൾ നാരദ മഹർഷി ചെയ്യേണ്ടത് ജനങ്ങളെ നേരിട്ട് ഭക്തിയിലേക്ക് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റു മാർഗങ്ങളൊക്കെ ഒഴിവാക്കണം. കർമ്മമാർഗം, ജ്ഞാനമാർഗം, ധ്യാനമാർഗം, ഇങ്ങനെയുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലൊക്കെ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണതുപോലെ തന്നെയാണ്. പിന്നെ അവർക്ക് ഉയർന്നു വരണമെങ്കിൽ വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് തുടങ്ങണം. പക്ഷെ ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും വീഴുന്നില്ല. അവരുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളെപ്പോഴും ശുദ്ധമായിരിക്കും. ഭൗതികതയ്ക്ക് പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ വീഴ്ത്താൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത. ആ ഭഗവാന്റെ ചിന്ത വരുത്തുന്ന ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുക എന്നുള്ളതാണ് നാരദ മഹർഷി ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. വ്യാസദേവൻ ചെയ്യേണ്ടതെന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുവരെ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മുടെ വൈകുന്നേരത്തെ ക്ലാസ്സുകൾ 8:15 മുതൽ 9 മണി വരെ.